സൂര്യൻ എല്ലാ ദിവസവും നേരെ കിഴക്കല്ല ഉദിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒന്നുകിൽ തെക്കോട്ടോ അല്ലെങ്കിൽ കുറച്ച് വടക്കോട്ടോ മാറിയാവും ഉദിക്കുക. കൃത്യമായി പറഞ്ഞാൽ 23.5 തെക്ക് നിന്നും 23.5 വടക്കോട്ട് വരെ സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട്. ഒരു വർഷത്തിൽ തെക്ക് നിന്ന് തുടങ്ങി വടക്കെത്തുകയും തിരിച്ചു വീണ്ടും തെക്ക് എത്തുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ അയനചലനം എന്ന് പറയുക. ഈ അയനചലനം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഒരു പ്രദേശത്ത് സൂര്യൻ നേരെ തലയ്ക്ക് മുകളിൽ എത്തില്ല. വർഷത്തിൽ 2 ദിവസം മാത്രമേ ഒരു സ്ഥലത്ത് സൂര്യൻ നേരെ തലയ്ക്ക് മുകളിൽ എത്തുള്ളൂ. ഈ ഒരു പ്രതിഭാസം നടക്കുന്നത് 23.5 വടക്കും 23.5 തെക്കും അക്ഷാംശത്തിനിടയിൽ മാത്രമായിരിക്കും. അങ്ങനെ തലയ്ക്ക് മുകളിൽ വരുന്ന ദിവസം നമുക്ക് നിഴലില്ലാതാവും. കാരണം നമ്മുടെ നേരെ തലയ്ക്ക് മുകളിൽ സൂര്യൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നിഴൽ നമ്മുടെ കാലിന്റെ അടിയിലാവും ഉണ്ടാവുക. അല്ലെങ്കിൽ ഈ കാണുന്ന മാതിരി ഒരു വസ്തു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നിഴൽ അതിന്റെ അടിയിലാവുകയും കൃത്യം ഉച്ചയ്ക്ക് നിഴലില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. പലതരത്തിലുള്ള വസ്തുക്കളുടെ നിഴലുകൾ നിരീക്ഷിച്ചു നോക്കാൻ വളരെ രസകരമായ ഒരു സമയമാണിത്. ഈ ഒരു ജ്യോതിശാസ്ത്ര പ്രതിഭാസം ഒരു ദിവസമല്ല നടക്കുന്നത്, ഓരോ സ്ഥലത്തും ഓരോ ദിവസങ്ങളിലായിരിക്കും. നിങ്ങളുടെ പ്രദേശത്തെ സീറോ ഷാഡോ ഡേ എന്നൊക്കെയാണ് എന്നറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ കാണുന്ന ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഈ വെബ്സൈറ്റിലോ തിരയാവുന്നതാണ്. അവിടെ നിങ്ങളുടെ സ്ഥലത്ത് ഉള്ള സീറോ ഷാഡോ ഡേ ഏതൊക്കെ ദിവസത്തിലാണെന്ന് നോക്കാം. കേരളത്തിൽ സീറോ ഷാഡോ ഡേ തുടങ്ങുകയാണ്. ഓരോ ദിവസങ്ങളിലായിരിക്കും ഓരോ ജില്ലയിലൂടെ കടന്നു വരിക. അപ്പോൾ ഓരോ ദിവസങ്ങളിലായി നിരീക്ഷിക്കാവുന്ന ജ്യോതിശാസ്ത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒന്നുകൂടി ആണിത്. ഇറാത്തോസ്തനീസ് ഭൂമിയുടെ ചുറ്റളവ് കണ്ടെത്തിയത് ഈ സീറോ ഷാഡോ ഡേയുമായി കണക്ട് ചെയ്തിട്ടുള്ള ചില ജ്യോതിശാസ്ത്ര പ്രവർത്തനങ്ങൾ വഴിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് നിരീക്ഷിക്കാൻ കഴിയട്ടെ. ഇതിന്റെ രാത്രിയിൽ നമ്മൾ ഉറക്കമളക്കേണ്ട, ഉച്ചയ്ക്കാണ് ഇത് ഉണ്ടാവുക. കുറച്ച് വെയിൽ കൊണ്ടാൽ മാത്രം മതി.